चरणों में जगह मांगी थी, हमें दिल में बसा लिया। चरणों में जगह मांगी थी, हमें दिल में बसा लिया। थे एक नजर के प्यासे, नजरों में समा लिया। आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया। वरदान भरी दृष्टि से हमें बनाया त्रिकालदर्शी। वरदान भरी दृष्टि से हमें बनाया त्रिकालदर्शी। जन्मों के पुण्य फले हैं, प्रभु दया है। ओम शांति। ബാബ യജ്ഞപിതാവ് ബ്രഹ്മബാബയുടെ അലൗകിക പാലന. ബാബ എങ്ങനെയാണ് ആദിരത്നങ്ങളെ തയ്യാറാക്കിയത്, അവരുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയത്? ആ പ്രക്രിയയിലൂടെ ജഗദീഷ് ഭായ് നമ്മളെ എല്ലാവരെയും കൊണ്ടുപോവാണ്. തീർച്ചയായിട്ടും ബാബയുടെ മക്കളായി നമുക്കെല്ലാവർക്കും ഈ അലൗകിക പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ബാബയുടെ ജീവചരിതം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ, ഇതുവരെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ ജീവിതം BK ലൈഫിൽ നിന്ന് തീർച്ചയായും ഒരു പരിവർത്തനത്തിൻ്റെ വലിയൊരു ചുവടുവയ്പ് ബാബ നൽകുന്ന ഈ വിശേഷ അലൗകിക പാലനയിലൂടെ അവശ്യം നമ്മളെല്ലാവരും അതിൻ്റെ തെളിവ് ബാബയ്ക്ക് കൊടുക്കുമല്ലോ, അല്ലേ? ബാബയുടെ മക്കളെല്ലാവരും ആ ഒരു ശ്രേഷ്ഠമായ ആരോഗ്യപരമായ അലൗകിക മത്സരത്തിലാണല്ലോ, അല്ലേ? ഇന്ന് ബാബ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട്, ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ജനന സമയത്തെ ആചാരങ്ങളെ, അതിൻ്റെ പിന്നിലെ ആത്മീയതയെക്കുറിച്ച് സൂചിപ്പിക്കുക. ഇന്നലെ മരണം സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇന്ന് ജനനത്തെ സംബന്ധിച്ച് ബാബ പറഞ്ഞിരുന്നു, ധാരാളം ആൾക്കാർ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ നാവിൽ തേൻ കൊണ്ട് ഓം എന്നെഴുതി കൊടുക്കാറുണ്ട് ജനിച്ച ഉടനെ. വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ മനുഷ്യന് തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാനുള്ള ബോധം നൽകുക എന്നതാണ്. നാവിൽ ഓം എഴുതി കൊടുക്കുക അർത്ഥം എന്താണ്? ഞാൻ ഓമാണ്. ഓമർത്ഥം ഞാനൊരാത്മാവാണെന്ന ബോധത്തിൽ ജീവിക്കണം. അത് തേൻ കൊണ്ടാണ് എഴുതണേ. ഓമാണെന്നുള്ള സ്മൃതിയിൽ ജീവിക്കുമ്പോഴേ ജീവിതത്തിൽ സ്വീറ്റ്നെസ്, മാധുര്യം ഉണ്ടാക്കുള്ളൂ. തിരിച്ച് ശരീരമാണെന്ന ബോധത്തിൽ വന്നതോടുകൂടി എന്തായി? അല്ല, ശരീരബോധം നമുക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ തരാൻ തുടങ്ങും. നാവിൽ ഓം എഴുതി കൊടുക്കുന്നത് സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയാൻ, ആ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ തയ്യാറാക്കുക എന്നതാണ്. പക്ഷേ എഴുതി കൊടുക്കുന്ന ആൾക്കാർക്കും അറിയില്ല എന്തിനാണ് ഞാൻ ഈ ഓം എഴുതി കൊടുക്കുന്നത്. എഴുതുന്ന ആളും
ഞാനൊരു ഓമാണെന്ന അർത്ഥസ്വരൂപത്തിൽ നിന്നുകൊണ്ടല്ല കുട്ടിയുടെ നാവിൽ എഴുതി കൊടുക്കുന്നത്. और बच्चे के बड़े एवं समझदार होने पर उसको भी പിന്നെ കൊച്ചുകുട്ടിയാവുമ്പം അല്ല ജനിച്ച് വീണ ഉടനെ അതിന് ഓം എഴുതി കൊടുത്താലും അല്ലെങ്കിൽ ഓമാണെന്ന് പറഞ്ഞു കൊടുത്താലും കൂടി അതിനറിയില്ല. പക്ഷെ കുട്ടി കുറച്ച് വളർന്ന് വിവേകശാലി ആകുന്ന സമയത്ത് കുട്ടിക്ക് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, താനൊരു ഓമാണ്, ആത്മാവാണെന്ന അറിവ് ആർക്കും പറഞ്ഞു കൊടുക്കണില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം അതിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് അല്ലേ. ഫസ്റ്റ് ലെസൺ നമുക്കിത് പഠിപ്പിച്ച് തന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ജീവിതം തന്നെ അവിടുന്നേ മാറി മറിഞ്ഞേനെ. ഇപ്പോൾ ബാബ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയല്ലേ, പരിവർത്തനപ്പെടുത്തല്ലേ. അപ്പം ഞാനൊരു ഓമാണെന്ന അറിവ് ഫസ്റ്റേ നമ്മൾ പഠിച്ചു തുടങ്ങിയിരുന്നുവെങ്കിലോ. ബാബ പറയണേ, എഴുതുന്നവർക്കും അറിയില്ല, ഇനി കുട്ടി വളർന്നതിന് ശേഷം അല്ലേ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമേ ഒരു കുട്ടികൾക്കും ഇല്ല. അജ്ഞാന അവസ്ഥയിൽ വായിൽ ഓം എഴുതി കൊടുത്തിട്ട് എന്ത് ലാഭം? ബാബ അതേപോലെ തമാശയ്ക്ക് പറയുമായിരുന്നു, കുട്ടി കരയുന്ന സമയത്ത്, കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ എന്ന് പറഞ്ഞിട്ട്, കുട്ടി കരയുമ്പോൾ ഇതിനെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസം പറയാറുണ്ട്. ബച്ച മാങ് കെ ഗർഭ് മേ ഹോത്താ ഹെ और वहाँ कष्ट क्लेश तथा जेल. കുഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഗർഭസ്ഥ ശിശുവിന് അനുഭവപ്പെടുന്ന കഷ്ടം, ക്ലേശം, അമ്മയുടെ ഗർഭം കുട്ടിക്കൊരു ജയില് പോലെ തോന്നും. വളരെ ദുഃഖവും അസ്വസ്ഥതകളും നിറഞ്ഞ അനുഭവം ഉണ്ടാകുമ്പോൾ കുട്ടി ധർമ്മരാജനോട് പറയും, എന്നെ പുറത്ത് കൊണ്ടുവരണേ ഭഗവാനേ, ഞാൻ അങ്ങേക്ക് വാക്ക് തരികയാണ്. ഈശ്വരനെ ന്യായാധിപൻ്റെ രൂപത്തിൽ കണ്ടുകൊണ്ട് പറയും, എന്നെ വെളിയിൽ കൊണ്ടുപോണേ ഈ ജയിലിൽ നിന്ന്. ഞാൻ പുറത്ത് വന്നിട്ട് ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്ന് കുട്ടി പറയാറുണ്ട്. കുട്ടി പറയുന്ന കുട്ടിയുടെ സങ്കല്പം അല്ലേ. പരന്തു ബാഹർ സംസാരമേ, പക്ഷേ കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാലോ കരയുമല്ലോ കുട്ടി ആ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാബ പറയും, ജിസ്കാ ഭാവേ ഹോത്താ ഹേ मैंने वहाँ गर्भ जेल में जो वजन किया था. ബാബ തമാശയ്ക്ക് പറയും, കുട്ടി കരഞ്ഞിട്ട് എന്താ പറയണെന്ന് പറഞ്ഞിട്ട്, ഞാൻ ഗർഭത്തിലിരുന്നു കൊണ്ട് ചെയ്ത പ്രതിജ്ഞയെല്ലാം അവിടെ തന്നെ വെച്ച് ചെയ്തതാ, അത് അവിടുത്തതോടുകൂടി കഴിഞ്ഞു. ഇനി ഞാൻ പുറത്തു വന്നല്ലോ, ഞാൻ അകത്ത് വെച്ച് ചെയ്ത പ്രതിജ്ഞയും പുറത്തുള്ള എൻ്റെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് കുട്ടി പറയുകയാണ്. അതാണ് ആ കരച്ചിലിൻ്റെ അർത്ഥമെന്ന് തമാശയ്ക്ക് ബാബ പറയുമായിരുന്നു. വോ അപ്പനെ വചൻ കോ ഭൂൽ ജാത്താ ഹേ. എന്താ കാര്യം? പുറത്ത് വന്നിട്ട് ഇനി ഞാനൊരു തെറ്റും ചെയ്യില്ല എന്ന വചനം പുറത്ത് വന്നതോടുകൂടി കുട്ടി മറക്കുകയാണ്. പിന്നെ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മുഴുകി വികർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. കർമ്മേന്ദ്രിയങ്ങൾ വലുതാകുമ്പോൾ വചനം അതോടുകൂടി കഴിഞ്ഞു. अब मैं ईश्वर को याद करूँगा लेकिन यहाँ आकर फिर वैसे का वैसा हो जाता है. അവിടെ ഈശ്വരനോട് വാക്ക് കൊടുത്തുവെങ്കിലും പുറത്ത് വന്ന് വികർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വചനവും ഈശ്വരനും എല്ലാം അവിടെ തന്നെ വിട്ടു. ഇതിലേക്ക് ചൂണ്ടിക്കൊണ്ട് ബ്രഹ്മബാബ പറയുമായിരുന്നു, അബ് മനുഷ്യങ്കോ ഭൂൽ നഹി കർണി ചാഹിയേ. ഇനി മാനവന് ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. എന്താ കാര്യം? ഇനി നമുക്ക് തെറ്റ് ചെയ്യാനും പിന്നെ തിരുത്താനും അല്ലെ ഗർഭജയിലിൽ പോകാനുമുള്ള സമയമൊന്നും അധികം ഇല്ല. ബാബ समझाया करते कि कुछ अपराधी ऐसे होते हैं जो जेल से छूटकर बाहर आते ही फिर अपराध करना शुरू कर देता है. എന്നിട്ട് ബാബ തമാശയ്ക്ക് പറയുന്നത് പോലെയാണ്, ചില അപരാധികളെ ജയിലിലിട്ടതിന് ശേഷം ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് അവർ അതേ അപരാധങ്ങൾ വീണ്ടും ചെയ്യാൻ തുടങ്ങും. അവർ ജയിലിന് പുറത്ത് വന്നാലും പറയാറുണ്ട്, അവരിപ്പോഴും ജയിൽ ബേർഡ് പോലെയാണ്, അപരാധങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇന്ന്
सभी मनुष्य एक दृष्टिकोण से जेल बर्ड ही है. ഇപ്പോഴത്തെ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ എല്ലാം ജീവിതം ഒരു തരത്തിൽ ജയിൽ പക്ഷിയെ പോലെ തന്നെയാണ്. ജയിൽ പക്ഷിയെ പോലെ തന്നെ എല്ലാവരും. क्योंकि वो गर्भ जेल से बाहर आते ही फिर पाप करना शुरू कर देता है. കാരണം എന്താ, പുറത്ത് വന്നിട്ട് എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. वो बाहर आते ही फिर पाप करना शुरू कर देता है. ഗർഭത്തിൽ നിന്ന് പുറത്ത് വരുന്നതും തെറ്റുകൾ ചെയ്തു കൂട്ടാൻ ആരംഭിക്കുന്നു. അത് ബാബ कहते कि अब जबकि अंतिम जन्म है और धर्मराज बाबा, ബ്രഹ്മ ബാബ പറയുമായിരുന്നു, മക്കളെ ഇത് നിങ്ങളുടെ അന്തിമ ജന്മല്ലേ. ധർമ്മരാജനായ ബാബ ന്യായാധിപൻ്റെ രൂപത്തിൽ ധർമ്മരാജ്യ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവ് ബാബ ഈ സൃഷ്ടിയാകുന്ന ജയിലിൽ നിന്ന്, എല്ലാ തരത്തിലുള്ള പീഡകളിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞു. അതിനാൽ മക്കളെല്ലാ തെറ്റുകളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കണം. ജ്ഞാൻ അഥവാ സാവധാനി മിൽനെ ബാദ് ഭി, ജ്ഞാനവും ഇത്രയും വാണിങ്ങുകളും ബാബയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടും നിങ്ങൾ എൻ്റെ മക്കൾ ഇനി അപരാധങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാബ പറയുമായിരുന്നു 100 മടങ്ങ് ശിക്ഷ മക്കളെ തെറ്റുകൾക്ക് അനുഭവിക്കേണ്ടി വരും. ഇനി അപരാധങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാബ ജ്ഞാൻ കെ ഈ സൂക്ഷ്മ രഹസ്യക്ക് ഓർ ധ്യാൻ ആകർഷിത് കർത്തെ, മക്കളുടെ ശ്രദ്ധയെ ബാബ ഈ കാര്യങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് പറയുമായിരുന്നു, ജിസ് ക്ഷൺ बच्चा पैदा होता है उसी क्षण से वो अपने पिता की संपत्ति का, എപ്പോഴാണ് ഒരു കുട്ടി ജനിക്കണേ, ജനിച്ച ഉടനെ മാതാപിതാവിൻ്റെ സമ്പത്തിന് ആ കുട്ടി അധികാരിയായിട്ട് മാറുകയാണ്. तो वहाँ उस वर्षे अथवा संपत्ति को संभालने के लिए उसकी आयु बड़ी होना तथा उसमें योग्यता का होना ज़रूरी है. സാധാരണ പറയാറുണ്ടല്ലോ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന് അവകാശിയായിട്ട് മാറുക, ആ സമ്പത്ത് സദുപയോഗം ചെയ്യാനുള്ള യോഗ്യത ആ കുട്ടിയിൽ ഉണ്ടാകണമെങ്കിൽ കുട്ടി കുറച്ച് വളർന്ന് വലുതാകണമല്ലോ. इस बात से कोई इनकार नहीं कर सकता कि विरासत का अधिकारी तो वो जन्म के क्षण से ही हो जाता है. ठीक इसी प्रकार परमात्मा भी हम सब आत्माओं का परम पिता है. കുട്ടി ജനിച്ച അല്ല, ആ കുട്ടി സ്വത്തിൻ്റെ അധികാരിയാണ്, മാതാപിതാവിൻ്റെ. ആ സ്വത്ത് സദുപയോഗം ചെയ്യാൻ പിന്നെ വളർന്ന് യോഗ്യതയുള്ള ആളായി മാറണം. പക്ഷേ അതേപോലെ പരംപിത പരമാത്മാവിൻ്റെ സ്വത്തിൻ്റെ അവകാശികളാണ് നമ്മളെ മക്കളെല്ലാം. അവിനാശിയായ പവിത്രത, സുഖം, ശാന്തി, ഇതാണ് പിതൃസ്വത്ത്. ഇതിൻ്റെ അധികാരികളാണ് മക്കളെ നിങ്ങളെല്ലാം. യദി ഹം ഇസി ക്ഷൺ സ്വയം ഗോ ഉസ്ക പുത്ര നിശ്ചയ കരേ. പക്ഷേ ബാബയിൽ നിന്ന് ഈ സ്വത്ത് മക്കൾക്ക് എപ്പോഴേ കിട്ടും? നമ്മുടെ ഉള്ളിൽ ഈ നിശ്ചയം വരണം, ഞാൻ പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ്. ഈ നിശ്ചയം നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടാകുന്നു? ഭഗവാനുമായിട്ടുള്ള ഈ സംബന്ധം എപ്പോൾ സ്മരിച്ച് ആ സംബന്ധത്തിൽ ജീവിക്കുന്നു. और इस संबंध में स्थित होकर हम जीवन निर्वाह करें. എല്ലാ കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ ഈശ്വരീയ സന്താനമാണെന്ന സ്മൃതിയിലിരുന്നു കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ പരമാത്മാവിൻ്റെ അവിനാശിയായ സമ്പത്തിൻ്റെ അധികാരികളായി നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ മാറാം. നമ്മളെല്ലാം പിതൃസ്വത്തിൻ്റെ അവകാശികളല്ലേ? അല്ലേ? ബാബയുടെ മക്കളാണെന്ന നിശ്ചയം, സമ്പൂർണ്ണ നിശ്ചയബുദ്ധികളല്ലേ നമ്മളെല്ലാം? നിശ്ചയബുദ്ധികളായ നിമിഷം മുതൽ
പിതാ പരമേശ്വരൻ തൻ്റെ സർവ്വസ്വത്തിനും നമ്മളെ അവകാശികളുമാക്കി മാറ്റിയിട്ടുണ്ട്. തബ് ഹമാരി ഖുഷി കാ പാര കിത്തനാ ചढ़ ജായേഗ. അപ്പോൾ നമ്മുടെ സന്തോഷം എത്രത്തോളം വർദ്ധിക്കും. ഹം ഐസേ പിതാക്കേ ഉത്തരാധികാരി ബച്ചേ ഹെ. നമ്മളിങ്ങനെയുള്ള പിതാ പരമേശ്വരൻ്റെ അധികാരി മക്കളാണ്. परंतु इस सहज से किंतु अत्यंत महत्वपूर्ण ज्ञान बिंदु को भी कोई विरला ही समझता है. പക്ഷേ വളരെ മഹത്വപൂർണമായ ഈ ജ്ഞാന ബിന്ദുക്കളെ മനസ്സിലാക്കുന്നവർ വളരെ കുറച്ച് പേരെയുള്ളൂ. ഭഗവാൻ നൽകുന്ന ഈ ജ്ഞാനം यदि कोई समझ जाए तो वो वैकुंठ के स्वराज्य का मालिक बन सकता है. ബാബ പറയുന്ന ഈ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നുവെങ്കിൽ വൈകുണ്ഠത്തിൻ്റെ സ്വരാജ്യാധികാരികളായി അവർ മാറും. പക്ഷേ ബാബ പറയുന്നേ കുട്ടികളുടെ കൈകളിൽ ഉള്ളം കയ്യിൽ സ്വർഗമാകുന്ന ഗോളം മക്കളുടെ കയ്യിൽ നിലനിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും കയ്യിൽ ഈ ഗോളം നിലനിൽക്കില്ല പറയാ ബാബ. ज्ञान के एक नुक्ता विकारों से फिसलती हुई बुद्धि पर. കാരണം ബാബ നൽകുന്ന ഈ ജ്ഞാനത്തിലെ ബിന്ദുക്കൾ വിവേകം വികാരം കൊണ്ട് നിറഞ്ഞ ബുദ്ധിയിൽ ജ്ഞാനം നിലനിൽക്കില്ല. രണ്ടും കൂടെ ഒരുമിച്ചിരിക്കില്ലല്ലോ. ബാബ എപ്പോഴും പറയില്ലേ, ഒന്നുകിൽ വിഷം അല്ലെങ്കിൽ ജ്ഞാനം. രണ്ടും കൂടെ ഒരുമിച്ചിരിക്കില്ല. എൻ്റെ അർത്ഥം എന്താ? വികാരങ്ങളുടെ വിഷത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നാലേ ബാബ നൽകുന്ന ജ്ഞാനം മുരളി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുള്ളൂ. പലരും പലപ്പോഴും പറയാറുണ്ട്, അപ്പോൾ കോഴ്സൊക്കെ കേൾക്കുമ്പോൾ പലരും ഉത്സാഹത്തോടെ കേൾക്കും, പക്ഷെ മുരളി എല്ലാവർക്കും ദഹിക്കില്ല. മുരളി കേൾക്കിട്ടാലും ചിലർക്ക് മനസ്സിലാവണില്ല. എന്താ കാര്യം? മുരളി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഭഗവാന്റെ മഹാവാക്യമാണ്. ഈശ്വരീയ മഹാവാക്യങ്ങൾ കേൾക്കാനാണ് നമ്മൾ ആദ്യം പ്രാഥമിക കോഴ്സ് തന്നെ കേൾക്കുന്നത്. പക്ഷേ ഭഗവാന് വായിച്ച ഡയറക്റ്റ് നമുക്ക് കേട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ അഴുക്ക് ക്ലീനായി വരണം. മുരളി കേൾക്കും തോറും നമ്മൾ ബാബയുടെ മുരളി കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കെല്ലാം മനസ്സിലായില്ലെങ്കിലും ക്ഷമയോടെ കേൾക്കുക. കാരണം ബാബയുടെ മുരളി പറഞ്ഞ ശുദ്ധജലത്തിന് ടാപ്പ് തുറന്നു വിടുന്നത് പോലെയാണ് നമ്മളിലേക്ക്. അത് നമ്മുടെ ഉള്ളിൽ വീണ് ആ ശുദ്ധജലം നിറഞ്ഞ് ഒരു നാൾ നമ്മുടെ ഉള്ളിൽ ക്ലീൻ ആകും. പക്ഷെ ക്ഷമ വേണം. ഒരു മഹാവാക്യമെങ്കിലും ബാബയുടെ മനസ്സിലായെങ്കിൽ അഹോ സൗഭാഗ്യം. എന്താ കാര്യം? ബാബ തന്നെ പറയാറുണ്ട്, മക്കളെ, എൻ്റെ മധുര മഹാവാക്യങ്ങളിൽ ഓരോ വാക്കുകളും ലക്ഷങ്ങളെക്കാൾ മൂല്യമുള്ളതാണ്. ലക്ഷങ്ങളെക്കാളും. ബാബയുടെ ഒരു വാക്ക് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയ നമ്മുടെ ജീവിതത്തിന് ലക്ഷങ്ങളെക്കാളും മൂല്യം ഉണ്ടാക്കും. അപ്പോൾ ഒരു മധുര മഹാവാക്യം, ഒരു സെൻറ്റൻസെങ്കിലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് എത്ര വലിയ കാര്യമാണല്ലേ. അതുകൊണ്ട് മുരളി ഒരിക്കലും മിസ് ചെയ്യരുത്. എന്ത് മനസ്സിലാകുന്നോ അതെടുക്കുക. പക്ഷേ ബാബ മുന്നിലിരുന്ന് 1 മണിക്കൂർ ബാബയിൽ നിന്നുള്ള ജ്ഞാനഗംഗാ പ്രവാഹത്തിൽ കുളിക്കുക ദിവസവും. അതിനുശേഷം മുരളി 2, 3, 4 ഒരേ മുരളി എത്ര തവണ ആവർത്തിച്ച് പഠിക്കുന്നു അത്രത്തോളം നമുക്ക് ബാബ നൽകുന്ന ജ്ഞാനരത്നങ്ങളുടെ ആഴം മനസ്സിലാകും. 10ാമത്തെ തവണ പഠിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും അത്ഭുതം തോന്നുക. बाबा कहते कि जब किसी बच्चे को गोद लिया जाता है अथवा जब कोई धर्म का बच्चा बनता है तो उसे जो ബാബ പറയുന്ന ചില കുട്ടികളെയൊക്കെ ദത്തെടുക്കാറുണ്ടല്ലോ ചിലർ. അപ്പോൾ ആരാണോ അവരെ ദത്തെടുത്തത് അവരുടെ മുഴുവൻ സമ്പത്തിൻ്റെ അവകാശിയായിട്ട് ആ കുട്ടികൾ മാറും. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ പേര് മാറും കുട്ടിയുടെ. ദത്ത് ആരാണോ എടുത്തിരിക്കണേ ആ ദത്തെടുത്തിരിക്കുന്നവരുടെ ഇൻഷ്യലൊക്കെ കുട്ടിയുടെ പേരിനോടൊപ്പം ചേർക്കാറുണ്ട്. അതായത് ആ കുട്ടിക്കപ്പോൾ
ഉള്ളിൽ ഉറക്കുകയാണ്, ഇതാണ് എൻ്റെ പിതാവ് മാതാവ്. അതേപോലെ ബാബ പറയണേ സഭി മാനവ് ദേഹധാരിയും കാ അപ്പന അപ്പന അലഗ് അലഗ് ദേഹിക് പിതാ ഹേ. അതേപോലെ നമുക്കെല്ലാവർക്കും, മനുഷ്യർക്കെല്ലാം ശരീരത്തിന് അവരവരുടേതായ പിതാവുണ്ട്, മാതാവുണ്ട് അല്ലേ. വേറെ വേറെ അച്ഛനും അമ്മയാണ് നമുക്കെല്ലാം. പക്ഷേ ശിവബാബ എന്താ പറയണ മക്കളോട്? മക്കളെ, ഇപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മടിയിൽ ജന്മമെടുത്തു കഴിഞ്ഞു. ബാബ ദത്തെടുത്തു കഴിഞ്ഞു മക്കളെയെല്ലാം. ഇപ്പം ഈശ്വരൻ്റെ മടിത്തട്ടിലാണ്. നിങ്ങൾ എൻ്റെ മക്കളാണ്, എൻ്റെ ദത്തുപുത്രന്മാരാണ്. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സ്വരാജ്യാധികാരം തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സർനെയിം എൻഷിലൊക്കെ മാറിയതല്ലേ. ബ്രഹ്മകുമാർ, ബ്രഹ്മകുമാരി, ബി കെ എന്നല്ലേ ഇപ്പം നമ്മൾ എൻഷിൽ എഴുതുന്നത്. ओ कोटि कोटि मनुष्यों को जब ईश्वरीय अलाउन सुनाया जाता तब वो बहरे होकर. പക്ഷേ കോടി കോടി ജനങ്ങളല്ലേ ഭൂമിയിൽ. ഇത്രയും ജനകോടികൾക്ക് ഈശ്വരീയ സന്ദേശം കൊടുക്കുമ്പോൾ അതിൽ പലരും, വളരെയധികം പേർ ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ബധിരന്മാരായിട്ടാണ് കേൾക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാതിൽ പോണതേ ഇല്ല. ബാബ കുട്ടികൾക്ക് ഈ ജ്ഞാനം നൽകിയിട്ട് കേൾക്കുമ്പോൾ ബധിരന്മാരെ പോലെ കേൾക്കും. ബാബ ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ സംസാരിക്കാൻ കഴിയാത്തവരെ പോലെ ഇരിക്കും. और जो समझने की बात है उसके बारे में മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വരുന്നിടത്ത് ബുദ്ധൂസിനെ പോലെ പെരുമാറും. ബാബയുടെ ജ്ഞാനം കേൾപ്പിക്കുന്ന സമയത്ത് ബധിരനാകും. ബാബ ചോദ്യം ചോദിക്കുമ്പോൾ മൂകനായിട്ടിരിക്കും. ബാബ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ ബുദ്ധൂസിനെ പോലെ പെരുമാറും മനസ്സിലാക്കാതെ. सोचो तो यदि आज करोड़पति साधु स्वभाव का व्यक्ति किसी को कहे कि तुम मेरी गोद के बच्चे बन जाओ. ഒരു കോടിപതി ഒരു പാവപ്പെട്ട ആളോട് പറയാണ്, നിങ്ങളെ ഞാൻ എൻ്റെ മടിയിൽ ദത്തെടുക്കുകയാണ്. അവർക്ക് എത്ര സന്തോഷമുണ്ടാവും, എത്ര വിവേകശാലിയായിരിക്കും അല്ലേ. വിവേകശാലിയാണെങ്കിൽ ഉടനെ എന്ത് പറയും? വേണ്ട പറയോ? കോടിപതി ദത്തെടുക്കുമ്പോൾ പാവപ്പെട്ട കുട്ടിയാണെങ്കിൽ ഉടനെ എന്ത് ചെയ്യും അല്ലേ. ബുദ്ധി ഉണ്ടെങ്കിൽ, വിവേകം ഉണ്ടെങ്കിൽ ഉടനെ സമ്മതിക്കും, തിരസ്കരിക്കില്ലല്ലോ ഓഫറ്. കാരണം ഇത്ര എളുപ്പത്തിൽ കോടികളുടെ സമ്പത്തിന് ഉടമയായിട്ട് മാറുക. ഇത്രയും ശ്രേഷ്ഠ ഭാഗ്യം കൊണ്ടൊന്ന് ഓഫർ ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഡ്ഢി അത് വേണ്ടെന്ന് പറയോ? അതേപോലെ ബാബ ചോദിക്കണ, ഇന്നത്തെ മനുഷ്യന് എന്താ പേര് പറയാം? വിഡ്ഢിയെന്നല്ലാതെ എന്താ പറയാം? സ്വയം പരമേശ്വരൻ വന്നിട്ട്, ഭഗവാൻ വന്നിട്ട് ഓഫർ ചെയ്യാണ് മക്കളെ അല്ലെ. മുഴുവൻ വിശ്വത്തിലെ ജനകോടികൾക്ക് ബാബ നൽകുന്ന ഓഫർ എന്താ? നിങ്ങളെ ഞാൻ എൻ്റെ മടിത്തട്ടിലേക്ക് ദത്തെടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ ദത്തുപുത്രന്മാരാണ്. ഈശ്വരീയ സമ്പത്തെല്ലാം നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബാബ. എന്നിട്ടും ബാബ പറയണേ, ഭഗവാന്റെ ഈ ഓഫർ ബദറിനെ പോലെ ഇരുന്ന കേൾക്കണേ. അതിന് മറുപടി പറയാതെ മൂകനെ പോലെ ഇരിക്കുക, ബുദ്ധൂസിനെ പോലെ പെരുമാറുക. ഭഗവാന്റെ ഈ ഓഫർ, ഇത്രയും വലിയ ലോട്ടറി തിരസ്കരിക്കുന്നവരെ ബാബ പറയണേ ബുദ്ധൂസ് എന്നല്ലാതെ, വിഡ്ഢി എന്നല്ലാതെ എന്താ പറയുക? അങ്ങനെ ധാരാളം മനുഷ്യരുണ്ട്. ഈശ്വരീയ സന്ദേശം ഭഗവാൻ ഈ ലോകത്തൊഴുക്കുമ്പോൾ ബധിരന്മാരെ പോലെ ഇരിക്കുന്നവർ, ഭഗവാന്റെ ഓഫർ നിരസിക്കുന്നവർ. ഇപ്രകാരം ബാബ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ആത്മീയ തത്വങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് മക്കളെ പവിത്ര ജീവിതത്തിൻ്റെ
പരമോന്നതങ്ങളിലേക്ക് ഉയർത്താൻ ബാബ ചുവടുകളിൽ സഹായിച്ചുകൊണ്ടിരുന്നു. ബാബ എപ്പോഴും പറയുമായിരുന്നു, ജ്ഞാനിയുടെ ഓരോ കാര്യങ്ങളിലും, എന്ത് കാര്യം ആണെങ്കിലും, എന്ത് ചെയ്യുകയാണെങ്കിലും എല്ലാ കർമ്മങ്ങളിലും ഒരു കാര്യമുണ്ടാകും. ഒരു കാര്യവുമില്ലാതൊരു ജ്ഞാനിയൊന്നും ചെയ്യില്ല. എല്ലാറ്റിൻ്റെയും പിന്നിലെ അർത്ഥത്തെ, കാര്യമർത്ഥം എന്താ, എല്ലാറ്റിൻ്റെയും പിന്നിലെ ആ ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട്, എല്ലാറ്റിനും പിന്നിലൊരു വിവേകം ഉണ്ട്. വിവേകപൂർണമായിരിക്കണം ജ്ഞാനിയുടെ ഒരു സ്റ്റെപ്പ്. എല്ലാറ്റിൻ്റെയും പിന്നിലെ ജ്ഞാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചുവടുകൾ വയ്ക്കാനെന്ന് ബാബ എപ്പോഴും പറയുമായിരുന്നു. ഇനി അടുത്തത് ബാബ ശിവബാബയും ബ്രഹ്മബാബയും മക്കളെ വളർത്തിയ അലൗകിക വിധിയെക്കുറിച്ചാണ്. നമുക്ക് നാളെ കേൾക്കാം. പ്രകാശ് മണി ദാദിജി തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. ഇന്ന് ബാബയിൽ നിന്ന് കേട്ടതിൽ ഏത് വിശേഷ കാര്യത്തിലാണ് വെളിച്ചം കിട്ടിയത്? ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അല്ലേ, ജനനം, മരണം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, സമൂഹത്തിൽ അതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ, അതിൻ്റെ പിന്നിലെ എല്ലാം ജ്ഞാനം അല്ലേ, ഇതെല്ലാം ബാബ നമുക്ക് സ്മൃതി ഉണർത്തി തന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? നമ്മുടെ വീട്ടിലും വിവാഹങ്ങൾ നടക്കും അല്ലേ, ജനനമുണ്ട്, മരണം നടക്കുന്നുണ്ട്, നമ്മളും അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട വീടുകളിൽ. അപ്പോൾ ഓരോ അവസരങ്ങളിലും, ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഭവനങ്ങളിലും നമുക്ക് എവിടെയൊക്കെ പങ്കെടുക്കേണ്ടി വരുന്നു, അവിടെയൊക്കെ നടക്കുമ്പോൾ, നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ ബാബ ഈ ജ്ഞാനം നമുക്ക് എന്തിനാ തരണേ? അവിടെയെല്ലാം, ആ സമയങ്ങളിലെല്ലാം പലരും ഒരുമിച്ച് കൂടുമല്ലോ. അപ്പോൾ പല തരത്തിലുള്ള ആത്മാക്കൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ എല്ലാം ഈശ്വരീയ സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ ഉള്ള യുക്തികളാണ് ബാബ നമുക്ക് പറഞ്ഞു തരണത്. എല്ലാവരും എല്ലാം എടുക്കില്ല. പക്ഷേ നമ്മൾ നമ്മുടെ അടുത്ത് ഓരോ ആൾക്കാരെ നോക്കിയിട്ട്, ബാബ പറയില്ലേ, തേള് കുത്തി നോക്കുന്നത് പോലെ നമ്മൾ നോക്കണം. നോക്കിയിട്ട് ആര് സോഫ്റ്റാണോ, ആർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ, ജ്ഞാനം കേൾക്കാൻ താല്പര്യമുള്ള ആത്മാക്കളെ നമുക്ക് കിട്ടുമ്പോൾ, ഇങ്ങനെയുള്ള ഓരോ ചടങ്ങുകളും നടക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ആത്മീയ അർത്ഥത്തെ, ഡയറക്റ്റ് ജ്ഞാനം നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടാണ്, ഇതാണ് ചെയ്യേണ്ടത്, നമ്മളിങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അല്ലേ. ഓരോന്ന് നടക്കുന്ന സമയത്തും, ഇപ്പം മരണം നടക്കുന്ന സമയത്ത് മരണാനന്തര ചടങ്ങ് നടക്കുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച, 10 ദിവസം, 13 ദിവസമൊക്കെ ഓരോന്ന് നടക്കുമല്ലോ. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ, ആത്മാവിൻ്റെ ജ്ഞാനം പതുക്കെ യുക്തിപൂർവ്വം കൊടുക്കാം. ആത്മാവിന് മരണമില്ല എന്നുള്ള കാര്യം, പിന്നെ ആ ശരീരം വിട്ടുപോയ ആത്മാവിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ശുഭസങ്കല്പം. ബാക്കി പുറമേയുള്ള ചടങ്ങുകളെല്ലാം നടന്നോട്ടെ, അതിൻ്റെ എല്ലാം കൂടെ നമ്മളും കൂടുക. ഒപ്പം അതിൻ്റെ പിന്നിലെല്ലാം ആത്മീയമായ അർത്ഥങ്ങളും കൂടി നമുക്ക് എങ്ങനെ ആർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു, ഈശ്വരീയ സേവനങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം, എവിടെയെല്ലാം ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണ് ബാബ ഈ പ്രകാരം നമുക്ക് എല്ലാ തരത്തിലുള്ള യുക്തികളാലും നിറയ്ക്കുന്നത്. അതേപോലെ പലരും മരണത്തിൻ്റെ വേർപാടിലും അല്ലേ ഒക്കെ വീട്ടിലാരെങ്കിലും ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടതിലും ഒക്കെ വിഷമിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് നേരിട്ട് വീടുകളിലൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ ആർക്കും എങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല. എന്നാലും ആരുടെയെങ്കിലുമൊക്കെ ദുഃഖം നമ്മൾ ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് പറയുമ്പോൾ അവർക്ക് നമുക്ക് ഫോണിൽ കൂടെ തന്നെ എത്ര സേവ ചെയ്യാം. സാധാരണ ആൾക്കാരെല്ലാം എന്ത് ന്യൂസ് കേട്ടാലും അയ്യോ പോവാണോ,
കുറച്ചും കൂടെ അവരെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളെ പറയുള്ളൂ, വേദനിപ്പിക്കുന്ന, വെറുതെ ഓരോന്ന് അല്ലേ കുത്തി കുത്തി എടുക്കുകയും ചോദിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ബാബയുടെ മക്കൾ ആര് ദുഃഖം പങ്കുവയ്ക്കുന്നു അവരുടെ മനസ്സിനെ കുത്തി നോവിപ്പിക്കാതെ അവരുടെ ദുഃഖം ഒപ്പിയെടുക്കാൻ വേണ്ടി നമ്മളൊരു ബ്ലോട്ടിംഗ് പേപ്പറിൻ്റെ ജോലി എപ്പോഴും ചെയ്യണം. അവരവരുടെ ദുഃഖത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാബയെ വിളിക്കണം. ബാബ മനസ്സുകൊണ്ട് ഈ ദുഃഖമെല്ലാം ബാബയോടാണ് ഇവർ പറയണത്. അവർ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ ഭാരം എല്ലാം പോട്ടെ. ആദ്യം അവർ പറയുന്നത് കേൾക്കുക, അതിനുശേഷം ബാബയോട് തന്നെ പറയാം, ഈ ആത്മാവിനോട് ഞാൻ എന്താ പറയേണ്ടത്, ഏത് പോയിൻ്റ് പറഞ്ഞു കൊടുത്താൽ ഈ ആത്മാവിൻ്റെ ദുഃഖം പോകും. അത് ആലോചിച്ച് അവർക്ക് പറ്റിയ പോയിൻ്റ്, എല്ലാം എല്ലാവരോടും എല്ലാ സമയത്തും പറയാൻ പറ്റില്ല. ആരുടെ എങ്ങനെയുള്ള ദുഃഖമാണോ അതിനനുസരിച്ചുള്ള യുക്തി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരുടെ ഹൃദയത്തിലെ വേദന മാറും. അതിനു വേണ്ടിയിട്ടാണ് ബാബ നമുക്കിതെല്ലാം തരുന്നത്. ഒന്ന് നമ്മുടെ ഉന്നതിക്ക്, രണ്ടാമത്തത് സേവനത്തിന്. ഓം ശാന്തി. चरणों में जगह मांगी थी, हमें दिल में बसा लिया। चरणों में जगह मांगी थी, हमें दिल में बसा लिया। थे एक नजर के प्यासे, नजरों में समा लिया। आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया, आपका शुक्रिया। वरदान भरी दृष्टि से हमें बनाया त्रिकालदर्शी। वरदान भरी दृष्टि से हमें बनाया त्रिकालदर्शी। जन्मों के पुण्य फले हैं प्रभु दया।